ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. മാർക്സിസ്റ്റുകാരെ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ്സുകാർ വധിച്ചത് വരാതില്ല. അപ്പോൾ ഒരു ആത്മഹത്യ കിട്ടിയപ്പോൾ ആ ആത്മഹത്യയെക്കുറിച്ച് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് CBI അന്വേഷണം നടത്താൻ പറ്റില്ല എന്ന് പറയുന്ന പാർട്ടിയും ഗവൺമെൻറ്റുമാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. നടത്തിക്കോട്ടെ, ഞങ്ങൾക്കാർക്കും അതിൽ പരാതിയില്ല. മലയാള സാഹിത്യത്തിന് തീരാനഷ്ടമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായമാണ്. ഞാൻ MTയുടെ ഒരു ആരാധകനാണ്. MTയുടെ സത്യത്തിൽ തിരോധാനത്തോടു കൂടി മലയാള സാഹിത്യത്തിലെ ഒരു വലിയ കുലപതി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. MT പലപ്പോഴും അദ്ദേഹത്തെ വന്ന് കാണാൻ അവസരം കിട്ടിയിട്ടില്ല. MT ഇല്ലാത്ത വീട്ടിൽ വരുമ്പോൾ ആ ഒരു ശൂന്യത നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ മലയാള ഈ അക്ഷരത്തെ സ്നേഹിക്കുന്ന മുഴുവനും ആളുകൾ MTയെ വളരെ അഗാധമായി സ്നേഹിക്കുന്നു. അദ്ദേഹം ഒരിക്കലും അനശ്വരനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളാണ്. അതെല്ലാം അനശ്വരമാണ്. ഈ SNDPക്കും NSനും പിന്നാലെ ഇപ്പോൾ സമസ്തയുടെ പരിപാടികളിൽ രമേശ് ചെന്നിത്തല എത്തുന്നു, ലീഗ് നേതൃത്വം തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. ഇതൊക്കെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയരുന്നതായിട്ട് ബന്ധപ്പെട്ട് വ്യാപിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടി കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ ഓരോ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്ക് എല്ലാ മാധ്യമങ്ങളോടും അപേക്ഷിക്കാനുള്ളത്, ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ഞങ്ങളുടെ മുഖ്യ വിഷയമെന്ന് പറയുന്നത് വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷം നേടുക, 2010 സമാനമായ ഒരു വിജയം നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിലാണ് ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത്തവണ UDFന് ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ആരും, ഒരു മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ഒരു വിവാദം ഉണ്ടാക്കണ്ട, ഞങ്ങൾ വളരെ ജനസമ്മതനായ, വളരെ പ്രഗത്ഭനായ ഒരു നേതാവിനെ ഞങ്ങളുടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കും. അതിനിപ്പോഴേ ഒരു ചർച്ചയും ഇപ്പോഴേ വിവാദങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല. രമേശ് ചെന്നിത്തല പങ്കെടുത്തു, സതീശൻ പങ്കെടുത്തു, സുധാകരൻ പങ്കെടുത്തു. ഇവരെല്ലാം പല സമുദായ സംഘടനകളുടെയും സമ്മേളനങ്ങളിൽ പലപ്പോഴായി പങ്കെടുത്തിട്ടുണ്ട്. ഒരു സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്ന് നിങ്ങളുണ്ടാക്കുന്ന ഒരു നരേറ്റീവാണ്. അതിന് ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നലെ രമേശ് ചെന്നിത്തല തന്നെ കോഴിക്കോട് വെച്ച് ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോഴും ഒരു പ്രധാന ചർച്ചാ വിഷയം അതല്ല. 1.5 കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര നേരത്തെ തന്നെ നിങ്ങളൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ വളരെ ജനസമ്മതരായ, വളരെ പ്രഗത്ഭരായ ഒരു നേതാവിനെ ഏകകണ്ഠമായി ഞങ്ങളുടെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കും. അല്ല, അത് എല്ലാം അവർ ഓരോരുത്തരുടെയും പ്രോഗ്രാം നോക്കിയിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഇഷ്ടംപോലെ പരിപാടികളിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ പാർട്ടി തീരുമാനങ്ങൾ എടുക്കുന്ന അവരുടെ കഴിഞ്ഞകാല രാഷ്ട്രീയ സംഭാവനകൾ, അവരുടെ പ്രാഗൽഭ്യം, അവരുടെ ജനസമ്മതി. അതാ പറഞ്ഞത്, വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കി ഒരാശയക്കുഴപ്പം ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമത്തിൽ ഞങ്ങൾ പങ്കാളികളാകാൻ ആഗ്രഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, KPC പ്രസിഡന്റ് സുധാകരനാണ്. അവരുടെ നേതൃത്വത്തിൽ പക്കയായിട്ടല്ലേ മുമ്പോട്ട് വന്നത്? നല്ല രീതിയിലല്ലേ മുമ്പോട്ട് പോയിക്കോ. അതല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഈ രണ്ടുപേരുടെ കൂട്ടത്തിൽ എന്നെ കൂടി നിങ്ങൾ പെടുത്താത്തതിനാണ് എനിക്ക് സങ്കടം. കാരണം UDF കൺവീനറും ഇതിന്റെ ഒരു ഭാഗമല്ലേ. മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടതില്ലല്ലോ. അല്ല, അതെന്താ അങ്ങനെ തീരുമാനിക്കാൻ കാര്യം? അങ്ങനെ തീരുമാനിക്കാം. അല്ലല്ല, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നത് ഒരു അതെ, നിയമസഭയിൽ മത്സരിക്കാത്ത ആളിന് MLA ആവാൻ പറ്റൂ? MLA ആകാത്ത ആളിന് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കാൻ പറ്റൂ? അല്ല, അതൊക്കെ ഇപ്പം പറയേണ്ട മറുപടി അല്ലല്ലോ. അത് നിങ്ങൾ പറഞ്ഞ 3 പേർ മറ്റേ എന്നെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതെ, അല്ല, മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ഇതുവരെ ഒരു ചർച്ചകളും ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കും. മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ചയും തീരുമാനവും എടുത്തിട്ടില്ല. അല്ല, അതല്ല, അതിപ്പോൾ
ഈ ആരൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷമല്ലേ എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു ആലോചന ഒരു തലത്തിൽ. ഈ വയനാട്ടിലെ DC ട്രഷറുടെ മരണത്തിൽ അത് കൊലപാതകമാണെന്നുള്ള കാര്യമാണ് ഇപ്പൊ EP ജയരാജൻ പറഞ്ഞത്, കോൺഗ്രസ് നേതാക്കളുടെ. അത് പാർട്ടി സീരിയസ് ആയിട്ട് എടുക്കും? അല്ലല്ല, അത് IC ബാലകൃഷ്ണൻ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ പെരിയാർ കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്നു അല്ലേ? അപ്പോൾ അവർക്ക് വീട് കിട്ടിയതാണ്. ഉടനെ അവർ ഈ വയനാട്ടിലെ ട്രഷററുടെ ആത്മഹത്യ കൊലപാതകമാണെന്ന് പറഞ്ഞവരിറങ്ങി. അവർക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. കാരണം ഞങ്ങളാരെയും കൊന്നിട്ടില്ല. മാർക്സിസ്റ്റുകാരെയും അടുത്ത കാലത്തൊന്നും കോൺഗ്രസ്സുകാർ വധിച്ചത് വരാതില്ല. അപ്പോൾ ഒരു ആത്മഹത്യ കിട്ടിയപ്പോൾ ആ ആത്മഹത്യയെക്കുറിച്ച് അവർ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് CBI അന്വേഷണം നടത്താൻ പറ്റില്ല എന്ന് പറയുന്ന പാർട്ടിയും ഗവൺമെൻറ്റുമാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. നടത്തിക്കോട്ടെ, ഞങ്ങൾക്ക് ആർക്കും അതിൽ പരാതിയില്ല. ഏതാ? IC ബാലകൃഷ്ണൻ MLA ആണ്. അതൊക്കെ ഞങ്ങൾ നിങ്ങളെ അല്ല, അത് അദ്ദേഹം മറുപടി പറയും. അദ്ദേഹം ഞാനാണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞല്ലോ, അല്ല പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഏത് അന്വേഷണവും നടത്തട്ടെ. അദ്ദേഹം പറഞ്ഞ ഡിമാൻഡ് ഞങ്ങളും യോജിക്കുന്ന. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞു. 24-ൽ അത് പേരെന്താ, സമീർ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ അങ്ങനെ ഒരു അവകാശവാദം അല്ല, അത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ അവഗണിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എന്താ എൻ്റെ പേര് പറയാത്തത്? നിങ്ങൾ പറഞ്ഞ പേരുകളിൽ എൻ്റെ പേരില്ലല്ലോ. അല്ലാതെ ഞാൻ ആഗ്രഹക്കാരനോ അത് ആവശ്യപ്പെടുന്ന ആളോ അല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ പാർട്ടിയിലെ നേതാക്കന്മാരെ കുഴപ്പത്തിലാക്കാതിരിക്കണം.